പ്രണയം നമുക്ക് ആരോട് വേണമെങ്കിലും തോന്നാം. എന്നാൽ പ്രണയിക്കുന്നവരുടെ സ്വഭാവം കൂടി അറിഞ്ഞാൽ ഒന്നുകൂടി നല്ലതാണ്. ബ്ലഡ് ഗ്രൂപ്പ് വെച്ച് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഈ സവിശേഷതകൾ നിറഞ്ഞതാണോ എന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. എയും ബിയും അതുപോലെ എ ബിയും ഒയും എല്ലാമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ബ്ലഡ് ഗ്രൂപ്പുകൾ. ഇവയിൽ പോസിറ്റീവും നെഗറ്റീവും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഒ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ സവിശേഷതകളാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒയാണ്. വളരെയധികം കഠിനാധ്വാനികളാണിവർ. മനസാക്ഷി ധാരാളമുള്ളവരും സഹായ മനസ്കരുമായിരിക്കും ഇവർ. ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഇവരുടെ പ്രത്യേകത. സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ലക്ഷ്യം നേടിയെടുക്കും വരെ കഠിനമായി പ്രയത്നിക്കും. ആത്മാഭിമാനികളായതിനാൽ ആരോടും അങ്ങോട്ടൊന്നും ചോദിക്കില്ല. മൃഗങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാത്തവരാണിവർ. ഒരുപാട് സഹായങ്ങൾ ഇവർക്കുണ്ടായിരിക്കും. അതായത് അശ്രദ്ധ ഇവരുടെ കൂടെ എപ്പോഴും തന്നെയുണ്ട്. രോഗപ്രതിരോധ ശേഷി ഈ ബ്ലഡ് ഗ്രൂപ്പിൽ ഉൾപ്പെട്ടവർക്ക് കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ധാരാളം കൂട്ടുകാർ ഇവർക്കുണ്ട്. ഇനി നമുക്ക് നോക്കുന്നത് ബി ബ്ലഡ് ഗ്രൂപ്പിൻ്റെ സവിശേഷതകളാണ്. ഒ ബ്ലഡ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ബി ബ്ലഡ് ഗ്രൂപ്പാണ്. നേരെ പോ എന്ന തരക്കാരാണിവർ. പുതിയ ആശയങ്ങളും ചിന്തകളും ഉള്ളവരാണിവർ. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വല്ലാത്തൊരു മടിയാണിവർ. അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇവർക്കുണ്ടായിരിക്കും. ഏത് സാഹചര്യങ്ങളെയും വളരെ പെട്ടെന്ന് പൊരുത്തപ്പെടുന്നതാണ്. മറ്റുള്ളവരെ ഇഷ്ടമാണ്, അതുപോലെ തന്നെ സഹായിക്കുമെങ്കിലും ഇവർക്ക് എല്ലാവരെയും ഇഷ്ടമല്ല. ഇവർക്ക് ഇഷ്ടമുള്ളവരോട് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവരെ തഴയും. സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണിവർ. പോസിറ്റീവായി ചിന്തിക്കാൻ വളരെ ഇഷ്ടമാണ്. ക്ഷമാശീലം വളരെ കൂടുതലാണ്. വികാരങ്ങൾക്ക് വളരെ അടിമപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണിവർ. അതുകൊണ്ട് തന്നെ ഇവർ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിക്കുന്നു. ശാന്തമായ നിലപാടായിരിക്കും ഇവർക്കുള്ളത്. ഇനി അടുത്തത് എ ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയാണ്. ബി കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനക്കാരാണ് ഈ ബ്ലഡ് ഗ്രൂപ്പിനുള്ളത്. എനർജറ്റിക്കായ ആളുകളായിരിക്കും ഈ ഗ്രൂപ്പിലുള്ളത്. ജോലിയിൽ വളരെ കൃത്യനിഷ്ഠയുള്ളവരാണ്. വളരെ സത്യസന്ധരായിരിക്കും ഇക്കൂട്ടർ. സെൽഫിഷ് ക്യാരക്ടറായിരിക്കും ഇവരുടെ. മറ്റുള്ളവരെ സഹായിക്കാൻ വളരെ താല്പര്യം കുറവാണ് ഇവർക്ക്. മറ്റുള്ളവരിൽ നിന്ന് സഹായങ്ങൾ സ്വീകരിക്കാൻ വളരെ ഇഷ്ടവുമാണ്. പെട്ടെന്ന് കരയുന്ന മനക്കട്ടിയില്ലാത്തവരാണിവർ. കടുംപിടുത്തക്കാരായ ഇവർ ലോല ഹൃദയരാണ്. ഒരേ മേഖലയിലുള്ളവരോട് കടുത്ത അസൂയുള്ളവരായിരിക്കും ഇക്കൂട്ടർ. മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴും ടെൻഷൻ കൂടുതലായതിനാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എ ബ്ലഡ് ഗ്രൂപ്പുകാർ. ഇനി ഏറ്റവും ലാസ്റ്റ് നോക്കാനുള്ളത് എ ബി ബ്ലഡ് ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ്. എയും ബിയും ഒരുമിച്ച് ചേരുന്ന ഗ്രൂപ്പാണിത്. ലോക ജനസംഖ്യയിലാകെ 4% ആളുകളിൽ മാത്രം കണ്ടുവരുന്ന റെയർ ബ്ലഡ് ഗ്രൂപ്പാണിത്. എ ബി ബ്ലഡ് ഗ്രൂപ്പുകാർ വളരെ ബുദ്ധിമാന്മാരായിരിക്കും. സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണിവർ. മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അനുഭവങ്ങളിലൂടെ അറിയാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണിവർ. ക്രിയേറ്റീവായ ആളുകളായിരിക്കും. വളരെ കൂളായി മറ്റുള്ളവരോട് പെരുമാറും. വളരെ പെട്ടെന്ന് സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും സാരമില്ല എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുള്ളവരാണിവർ. വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാണ്. തമാശ വളരെ ഇഷ്ടമാണ്. തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് ഇവർക്ക് വളരെ കുറവായിരിക്കും. ഏൽപ്പിക്കുന്ന ജോലികൾ വളരെ കൃത്യസമയത്ത് ചെയ്തു തീർക്കുകയും ചെയ്യും. അപ്പോൾ ഈ 4 ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട ഏത് തരക്കാരാണ് നിങ്ങളെന്ന് കൂടി ഇതിനകത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ പുതിയ കാര്യങ്ങളുമായി നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.